വർക്ക്ഷോപ്പിൽ കയറ്റിയ കാറ് അത് അവിടെ തന്നെ കിടക്കട്ടെ. നന്നാക്കി വിറ്റ് ഫൈനാൻസ് ക്ലോസ് ചെയ്യാം. അങ്ങനെയല്ലേ നമ്മൾ തീരുമാനിച്ചത്? നമ്മളല്ല, നരേട്ടൻ തീരുമാനിച്ചു. അതങ്ങ് പറഞ്ഞാ മതി. വിമാനവും കപ്പലും തീവണ്ടിയും ഒന്നും അല്ല ഞാൻ ആവശ്യപ്പെടുന്നത്. ഒരു കാറ്, 4 വീലുള്ള ഒരു കാറ്, പുതിയതും അല്ല, വർക്ക്ഷോപ്പിൽ വിൽക്കാൻ വേണ്ടി നമ്മൾ തന്നെ കൊണ്ടിട്ടത്. എന്റെ ലീലാവതി, ആ ഒരൊറ്റ ആക്സിഡന്റ് അത് എത്ര രൂപയുടെ ചെലവ് വരുത്തിയെന്ന് വല്ല പിടിയുണ്ടോ നിനക്ക്? എന്റെ കുഞ്ഞീഷ്ണ, ഈ പറയുന്ന കേട്ടതൊന്നും ഈ വീട്ടിൽ മാത്രമുള്ള ചെലവെന്ന്. അണാപ്പായി കളയാതെ ലുപ്തിച്ച് കഴിയുന്ന എന്നോട് തന്നെ വേണം ഇങ്ങനെ കണക്ക് പറയാൻ. എന്നോട് നോക്കി, കഴിഞ്ഞ മാസം തുണിക്കടയിൽ പോയപ്പോഴേ 1000 രൂപയുടെ 900 രൂപയുടെ സാരി കടക്കാരൻ കാണിച്ചപ്പോ ഞാൻ എത്രയാണ് എടുത്തത്? 900-ന്റെ. എന്തുകൊണ്ട്? മറ്റേ സാരിയുടെ കളർ നിനക്ക് പിടിച്ചില്ല, അതുകൊണ്ട്. അങ്ങനെയല്ല അന്ന് നീ പറഞ്ഞ 1000-ന്റെ സാരി ലൈറ്റ് യെല്ലോ ആണ്, അത് അന്നെടുത്ത ആ പട്ട് ബ്ലൗസിന്റെ കൂടെ മാച്ച് ചെയ്യില്ല, അങ്ങനെ പറഞ്ഞില്ലേ? ഒന്നും പറയണ്ട. ബ്ലൗസിന്റെ സാരിയുടെ കണക്ക്, അത് ബില്ല് നമ്പർ ഉൾപ്പെടെ ഓർമ്മിച്ച് വെച്ചേക്കുന്ന ഭർത്താവിന്റെ കുത്തുവാക്ക് കേൾക്കുമ്പോ ഏത് ഭാര്യ കരഞ്ഞു പോവും. ഞാൻ ഇവിടെ ഇരിക്കുന്നു. അതെ, കരുതിയിരുന്നില്ല ഈ മനസ്സ് ഇത്രയ്ക്ക് കട്ടിയുള്ളതാണെന്ന് ലീലാവതി കരുതിയിരുന്നില്ല. എനിക്ക് കൊണ്ടിട്ട താലിമാല അതും ഇത്ര ഗ്രാമാണെന്ന് കണക്കെഴുതി വെച്ചിട്ടുണ്ടാവും അല്ലേ? 3 പവനും 1.5 ഗ്രാമും അല്ലേ? നരേന്ദ്രേട്ടാ, താലിമാലയുടെ തൂക്കം അത് പറയണ്ടായിരുന്നു. അവള് ചോദിച്ചോണ്ടാ. അഥവാ പറഞ്ഞെങ്കിൽ തന്നെ റൗണ്ട് ഫിഗർ 3 പവൻ അങ്ങനെ പറഞ്ഞാ മതിയായിരുന്നു. 1.5 ഗ്രാമിന്റെ കണക്കാണ് ചേട്ടത്തിയെ കരയിച്ചത്. നരേന്ദ്രേട്ട ചെന്ന് ആശ്വസിപ്പിക്കോ. ചെല്ല്. നിന്റെ ചേട്ട ഒരു എച്ചി തന്നെ കേട്ടാ. എന്തിനാ 1.5 ഗ്രാമിന്റെ കണക്ക് പറഞ്ഞു? ഇനിയിപ്പോ ചേട്ടത്തി എങ്ങാനും സാരി ഫാനിലേക്ക് പറയല്ലേ? അയ്യോ, ഇനി ചേട്ടത്തി എങ്ങാനും തൂങ്ങി കാണും. എവിടെ തൂങ്ങി കഴിഞ്ഞാ അപ്പൊ നിലവിളി കേൾക്കത്തില്ലേ? നീ പോയി ചായ എടുത്തുണ്ടോ? എടുത്തോ. ലീലാവതി, ലീലാവതി, സത്യമായിട്ട് ആ താലിമാല അത് വേണ്ട, ഒന്നും പറയണ്ട. എന്നാലും ഭാര്യയുടെ മുഖത്ത് നോക്കി താലിമാല 3 പവനും 1.5 ഗ്രാമും 3 കോടി പവന്റെ വിലയല്ല ഞാനിട്ടിരിക്കുന്നത്, അറിയോ? അത് ഞാൻ സമ്മതിച്ചു. അത് 3 പവനായാലും 300 പവനായാലും നമ്മൾ തമ്മിലുള്ള സ്നേഹത്തിന്റെ അളവില് വ്യത്യാസമുണ്ടോ? ഉണ്ട്, നല്ല വ്യത്യാസമുണ്ട്. ഞാനല്ലെങ്കിൽ ഈയിടെയായിട്ട് വാച്ച് ചെയ്യുക. എന്നോട് പണ്ടത്തെ ഒരു താല്പര്യം ഇപ്പോഴില്ല. മുമ്പൊക്കെ പറയുമായിരുന്നു, ഈ സാരി ഉടുക്കുമ്പോഴാണ് കൂടുതൽ ഭംഗി, ആ പച്ച കമ്മലാണ് കൂടുതൽ ചേർച്ച, ആ കറുത്ത പൊട്ടാണ് നല്ലത്, അങ്ങനെയൊക്കെ പറയുമായിരുന്നു. അതൊക്കെ ഇപ്പോഴും പറയാറില്ലേ? ഇപ്പോഴോ? കഴിഞ്ഞ ആഴ്ച ഞാൻ ഇന്ദുവിന്റെ കല്യാണത്തിന് പോയ സമയത്ത് പച്ച സാരി ഉടുക്കണോ വയലറ്റ് സാരി ഉടുക്കണോ എന്ന് ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്? ആരുടെ കല്യാണം? ഈശ്വര, കണ്ടോ, അപ്പൊ അതും മറന്നു. ഓഹോ, ഓർമ്മയുണ്ട്. അന്ന് നീ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു പച്ചസാരി ഉടുക്കാൻ പറഞ്ഞല്ലേ? പഴുത്ത സാരി ഉടുക്കാനാ പറഞ്ഞത്. എന്നോട് പറഞ്ഞത് നിനക്ക് ഏതാണോ കൂടുതൽ ഇഷ്ടം അത് ഉടുക്കാനാ. ഭാര്യമാരെ അണിഞ്ഞൊരുങ്ങുന്നത് അവരവർക്ക് വേണ്ടിയല്ല, ഭർത്താവിന് സന്തോഷം ഉണ്ടാക്കാനാ. ലീലാവതി, എനിക്ക് നിന്നെ കാണുമ്പോ കൂടുതൽ സന്തോഷം തോന്നുന്നത് എപ്പോഴാണെന്നറിയോ? എപ്പോഴാ? ഏറ്റവും ലളിതമായ വസ്ത്രം ധരിച്ച് ലളിതമായി ഉടുത്തൊരുങ്ങി, കയ്യിൽ സ്വർണത്തിന് പകരം പ്ലാസ്റ്റിക് വളകളിട്ട്, കാലിൽ കുറഞ്ഞ ചെരുപ്പിട്ട്, തലയിൽ തുളസി കതിരി ചൂടി, വേണമെങ്കിൽ ഭസ്മക്കുറിയും, അല്ലേ? ഭാര്യമാർക്ക് വേണ്ടി കാശ് ചിലവാക്കാൻ മടിയുള്ള ഭർത്താക്കന്മാരെ എങ്ങനെ ലാളത്തി പ്രേമികളാവുന്നേ? മാടിനെ പോലെ പണിയെടുത്ത ഭാര്യമാരെ 3 നേരം വെച്ച് വിളമ്പുന്നത്. അങ്ങനെയുള്ള ഭാര്യമാർക്ക് വേണ്ടി കാശ് ചെലവാക്കണം, അല്ലാതെ കോട്ടൺ സാരിയും സ്ലിപ്പർ ചെരുപ്പെന്നൊക്കെ പറഞ്ഞ് ജയിച്ചിരിക്കല്ലേ ചെയ്യേണ്ടത്. വില കൂടിയ സാരി വാങ്ങണോ? വാങ്ങാം. വേണ്ട, സാരി വേണ്ട, എനിക്ക് കാറ് മതി. കാറ്, നമ്മുടെ കാറ്. ലീലാവതി, അത് നീ വിചാരിക്കുന്ന പോലെ അല്ല. ഒന്നാലോചിച്ചാ എല്ലാം നല്ലതിനാ നരേട്ടാ, എല്ലാം നല്ലതിനാ. നമുക്ക് ഈശ്വരൻ നല്ലതേ വരുത്തൂ. വർക്ക്ഷോപ്പിൽ നിന്ന് ആ കാർ നമുക്ക് എടുക്കണം. കണ്ടോ, കാറെന്ന് പറഞ്ഞപ്പോ തന്നെ എന്റെ ദേഷ്യ സങ്കടമൊക്കെ പോയി. മുഖത്ത് പ്രസന്നത വന്ന് കണ്ടോ, ഒരു തെളിച്ചം. അതാ കാറിന്റെ ഗുണം. കാർ നന്മയുടെ സിമ്പലാ. കണ്ടോ, പെട്ടെന്ന് അന്തരീക്ഷത്തിന് ഒരു മാറ്റം. അപ്പൊ പറഞ്ഞ പോലെ നമ്മൾ നാളെ വർക്ക്ഷോപ്പിൽ നിന്ന് കാർ എടുക്കും. ഓക്കെ?
എന്റെ വിശ്വേട്ടാ, ഈ സിറ്റിയിൽ എത്ര പേർക്കുണ്ട് ഈ കളർ വണ്ടി? ഞാൻ ആഹ്ലാദപരിധിയാവുന്നു വിശ്വേട്ടാ, ഞാൻ ആഹ്ലാദപരിധിയാവുന്നു. കാറിന്റെ കീ തരുമ്പോ ഷോറൂമിന്റെ ആള് പറഞ്ഞ ഓർമ്മയുണ്ടോ? അത് നീ കേട്ടതല്ലേ, വലിയ വലിയ മഹാന്മാർക്ക് മാത്രമേ ഇത്തരം വണ്ടികളുള്ളൂവെന്ന്. മഹാന്മാരെ മഹതികളെയും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കണ്ടോ? മക്കളെ പപ്പ, അസൂയ കാരണം ശ്വാസം മുട്ടുന്നവരെ കണ്ടിട്ടുണ്ടോ നീ? ഇപ്പൊ കാണുന്നുണ്ട് ചേച്ചി. ദൈവമേ, അസൂയ കൊണ്ട് ഹൃദയസ്തംഭനം വന്ന നമ്മളതിന് ഉത്തരം പറയേണ്ടി വരില്ലേ ചേച്ചി? കാറ് കണ്ടു ഓടിച്ചു വളർന്നവരാ നമ്മള്, അല്ലേടാ? അയ്യോ, എനിക്ക് കാക്കേറിയുന്നത് വരെ നമ്മൾ കാർ എടുത്തല്ലായിരുന്നു. ചേട്ടത്തിയുടെ കുടുംബ കാരണവർക്ക് 4 കാറുണ്ടായിരുന്നു, 4 കാർ. അവസാനം ആള് ജയിലായി കാർ മോഷണത്തിന്. എന്താ ഇത് ഒരു കാറിന്റെ പേരില്? എനിക്കൊരു ദേഷ്യവും ഇല്ല, അസൂയ കുശുമ്പ്, ഇത് രണ്ടിനും മെഡിസിൻ ഇല്ലല്ലോ. ഏത് നാത്തൂനെ കളിയാക്കാനുണ്ടോ? എന്നെ ചേച്ചി എടുത്ത് കളിക്കല്ലേ? പപ്പ നീ അകത്ത് പോ. ലീലാവതി, സുഗുണ, ശാരദ, നിങ്ങളകത്ത് പോ. ചുമ്മാ ഇരിക്കാം. നമ്മളെ കൊച്ചാക്കുന്നത് കണ്ടോണ്ടേ കൈയിട്ടിരിക്കാൻ ഈ ലീലാവതിക്ക് ആവില്ല. പറയച്ചെടുത്തിയോ? ഞങ്ങളിവിടെ കബഡി കളിക്കായിരുന്നു. പകലൊക്കെ ഞങ്ങൾ ഇങ്ങനെ കബഡി കളി, ഫുട്ബോള്, ഭയങ്കര ഐക്യോ ഞങ്ങള്. കണ്ടില്ലേ? വന്നട്ടെ. എന്റെ കർത്താവേ, ഇപ്പൊ വന്നത് നന്നായി. നല്ലൊരു കബഡി കളി കാണണമെന്ന് ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയി. തുടങ്ങട്ടെ. മറിയച്ചെടുത്തി വന്നോണ്ട് ഞങ്ങൾ കളി മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചു. അതെ, മറിച്ചെടുത്ത് വരണം. ദേ, ആദ്യം നിങ്ങളുടെ കളി കണ്ടിന്യൂ ചെയ്യ്. പത്മകുമാരാ, കബഡി തുടങ്ങടാ. വിളിയടാ കബഡിന്ന്. എന്നതാടാ പഠിച്ചു നിൽക്കുന്നേ? തുടങ്ങാന്, കബഡി തുടങ്ങാന്. ദേ, മറിയച്ചേട്ടനെ ദേഷ്യം പിടിപ്പിക്കല്ലേ. കബഡി 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 പിടിച്ചടാ. കബഡി 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 ഓക്കെ, നിൽക്കാതെ പിടിക്കടാ. എന്താ കബഡി കളി ഇങ്ങനല്ലേ? വിളിക്കടാ പത്മകുമാരാ കബഡിന്ന്. പിടിക്കടാ കാലിലോട്ട്. എന്റെ കാലല്ല, പത്മകുമാരന്റെ കാലെ പിടിക്കും. അയ്യോ, ദേ, നിങ്ങളുടെ ഈ കളിയൊന്നും മറിയച്ചേട്ടത്തിയോട് വേണ്ട കേട്ടോ. ഇവിടെ നടക്കാൻ തുടങ്ങിയത് കബഡി കളിയല്ല, കയ്യാങ്കളി ആയിരുന്നു എന്ന് മറിയച്ചേട്ടത്തിക്ക് നല്ലതുപോലെ അറിയാം. സത്യം പറഞ്ഞ കയ്യാങ്കളിയല്ല, ഇത് പിള്ളേരുകളിയാ. അതെ, പിള്ളേര് കളിയാ. മറിയിച്ചെടുത്ത് വരണം. മറിയച്ചേട്ടത്തി ആദ്യം എന്റെ വീട്ടിലേക്ക് ഒന്ന് വരണം. മറിയച്ചെടുത്ത വലതുവശത്തെ വീട് ഞങ്ങളുടെ വീടാ. ദേ, ഞാൻ വലതുമല്ല ഇടതുമല്ല, സ്വതന്ത്ര. വലതുവശത്തെ നല്ല കാര്യങ്ങളും ഇഷ്ടപ്പെടും, ഇടതുവശത്തെ നല്ല കാര്യങ്ങളും ഇഷ്ടപ്പെടും. ഞാനിപ്പോ വന്നതേ എന്താ മറിയച്ചേട്ടത്തി? എന്നാ മറിച്ചെടുത്തി? ദേ, കാറിന്റെ കീ വാങ്ങാനാ. ഫിനാൻസ് ചെയ്യുമ്പോ ഓഫീസിൽ പ്രത്യേകം പറഞ്ഞതല്ലായിരുന്നോ ഒരു കീ ഓഫീസിൽ ഏൽപ്പിക്കണമെന്ന്? അല്ല ചേട്ടത്തി, കാർ എടുത്ത് ഒരു ദിവസത്തിനൊക്കെ ഏൽപ്പിച്ചാ പൈസ ഇടപാടിന്റെ കാര്യം ഇങ്ങനാ കൊച്ചേ. കാശ് കിട്ടുന്നതിന് മുമ്പ് ലോകത്തെ ഏത് കണ്ടീഷനും അംഗീകരിക്കുമെന്ന് പറയും. കാര്യം കഴിഞ്ഞോ പിന്നെ കാരണങ്ങൾ കണ്ടുപിടിക്കലായി. 5-ാം തീയതിക്ക് അകമാണെങ്കിൽ ഇത്രയും രൂപ അടച്ചാൽ പോരായോ? 2 മാസം മുടങ്ങിയാൽ ഉടനെ വണ്ടി പിടിച്ചെടുക്കുന്നത് ന്യായമാണോ? അങ്ങനൊക്കെ. ചേട്ടത്തി, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാലോ. അകത്ത് വരൂ. അയ്യേ, കാറിന്റെ ഫിനാൻസിന്റെ കാര്യം അറിയുന്നു വെച്ചാണ് ചേട്ടത്തി അകത്തോട്ട് വിളിക്കുന്നേ. അതെ, പഴയ കാറിന്റെ പലിശക്കാശ് മറ്റന്നാൾക്ക് മുമ്പ് ഓഫീസിൽ കൊണ്ട് കൊടുത്തേക്കണം. അയ്യോ, കയ്യില്ലാത്ത ആള് വിരലില്ലാത്ത ആളിനെ കളിയാക്കുന്നത് ലോകത്ത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ലോ ചേട്ടത്തി. ചേട്ടത്തിക്ക് ഒരു കസേര എടുത്തോളൂ. അതെ, ഇരുന്ന് സംസാരിക്കാം. ഇല്ല, ഇരിക്കാനൊന്നും സമയമില്ല. ദേ, ആ കീ ഇങ്ങി തന്നേരം വെച്ചേ. ചേട്ടത്തി, ആദ്യ ദിവസം തന്നെ എങ്ങനെ? ഏറ്റെടുത്തിരിക്കുന്ന ബാധ്യതയെക്കുറിച്ചുള്ള ബോധം ആദ്യ ദിവസം മുതൽ തന്നെ വന്നു തുടങ്ങാൻ വേണ്ടിയാ. കണക്ക് തീർത്ത് തിരിച്ചടവും കഴിഞ്ഞ് ബാങ്കിലിരിക്കുന്ന മറ്റേ താക്കോലും കൂടെ കിട്ടുമ്പോഴേ കാറ് സ്വന്തം കാർ ആവൂന്നുള്ള തിരിച്ചറിവ് വരും. ഓ, ആരോ പറഞ്ഞത്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടൊന്നും കാര്യമില്ല കൊച്ചേ. അപ്പോഴേ കൃത്യമായിട്ട് പൈസ അടയ്ക്കാൻ കാർ എടുക്കുന്നവർക്കൊരു താല്പര്യവും കാശ് എങ്ങനെ ഈടാക്കാവുന്ന കടം കൊടുക്കുന്നവനൊരു സമാധാനവും ഉണ്ടാവും. കേട്ടോ? കേട്ടു.
ആ കീങ് എടുക്ക്. ചേട്ടത്തി പറഞ്ഞത് ന്യായമാ. അത് വേണം, അത് വേണം. ശ്രീലങ്കയിലായിരുന്നെങ്കിലേ. ഏയ്, ഇങ്ങ് വാ. ഒന്നുമില്ല. ഏ? ദാ ചേട്ടത്തി താക്കോൽ. അല്ല അതെ നമ്മുടെ കാശോ? വരട്ടെ. രണ്ടുപേരോടും കൂടി ഒരു കാര്യം പറയുക. ഒരു ദിവസമെങ്കിലും കാശ് മുടക്കം വരുത്തിയാൽ ഈ കിടക്കുന്ന കാറും വർക്ക്ഷോപ്പിൽ കിടക്കുന്ന ആ കാറും എന്റെ വീട്ടിലായിരിക്കും. മനസ്സിലായോ? മറിച്ചേട്ടത്തി എന്നതാ കൊച്ചനെ? ആ ജംഗ്ഷൻ വരെ ഞാനും കൂടെ വന്നോട്ടെ. അതിനെന്നാ കേറിക്കോ. എങ്ങോട്ടാ നരേട്ടാ? ഞാൻ ഇപ്പഴാ ഓർത്ത് ഓഫീസിൽ ജോർജ് എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പഴാ ഞാനും ഓർത്തത്. എന്റെ ഒരു കൂട്ടുകാരൻ അപ്പുറത്ത് നോക്കി നിൽക്കുന്നു പറഞ്ഞായിരുന്നു. പോയിട്ട് വരാവേ. ആഹാ മക്കളെ പപ്പ നമ്മുടെ കാറ